ഇപ്പോൾ വൈറലായിട്ട് ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. മറ്റാരുടെയല്ല, നമ്മുടെ ബിൻസിയുടെയും അപ്പാനിയുടെയും. അതാണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരുപാട് പേര് എടുത്തിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ മൊത്തവും ഈ വീഡിയോ കറന്നിപ്പം കറങ്ങുന്നുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നിയോണ്ടാണ് ഞാൻ ഈ പറയുന്നത്. വീടിനകത്ത് പോയിട്ട് നിരപരാധിയാണ് ഞങ്ങളെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ കളിച്ച നാടകമെല്ലാം നമ്മൾ കണ്ടതാണ്. ഓക്കെ, അതിനെക്കുറിച്ചും എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പാനിക്ക് ഒരു കുടുംബം ഉള്ളതാണ്, ബിൻസിക്ക് ഒരു ലൈഫ് ഉള്ളതാണ്. അത് വെച്ചൊന്നുമല്ല നമ്മൾ കളിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നുമല്ല, അല്ലെങ്കിൽ അവരെ അങ്ങനെ ബ്ലെയിം ചെയ്യണമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ഈ ചെയ്യുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, അത് നമ്മൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും നിങ്ങൾ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പല വീഡിയോസിനും നല്ല വ്യൂസ് വരുന്ന സമയത്ത് പോലും പലരും 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വലിയൊരു ഇഷ്യൂ ക്രിയേറ്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പാനിയും ഈ പറയുന്ന ബിൻസിയും തമ്മിൽ എന്തോ ബന്ധം ഉണ്ടെന്നുള്ള രീതിയിലാണ് സംസാരം വന്നത്. അത് ആദ്യം അവിടെ സംസാരിച്ചത് ആരാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ശൈത്യ, നൂറ, ആദില, ഷാനവാസ് ഇവരെല്ലാവരും സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് അനുമോള് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ കുറ്റം മൊത്തം വന്നപ്പോൾ അനുമോളുടെ തലയിലാണ് വന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രേക്ഷകർ, നിങ്ങളിത് കേൾക്കുന്നവർ കറക്റ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനകത്ത് കമന്റ് ചെയ്യണം. നമ്മൾ പ്രേക്ഷകർ എന്ന് പറയുന്നവർ നമ്മൾ കണ്ടതാണ്. 2 ആഴ്ച ബിൻസി ആ വീട്ടിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ആഴ്ച അപ്പാനിയുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസുമായിട്ട് വലിയൊരു ബോണ്ടിങ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഈ ബിൻസി ഒരു വലിയൊരു ഗെയിം കളിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കൂടുതലും അക്ബറിന്റെയും അപ്പാനിയുടെ ഒക്കെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത്, അതെന്താണെന്ന് പോലും ബിഗ് ബോസ് ഇടയിൽ കാണിക്കാറില്ല. മറ്റുള്ള സംസാരം കാണിക്കുന്നതിൽ ഒന്നും ക്യാമറ കൊണ്ടുപോയി കാണിക്കാറേ ഉള്ളായിരുന്നു. എന്താ വെച്ചാൽ അങ്ങനെയുള്ള കണ്ടന്റുകളൊന്നും തരാൻ അവർ അവിടെ ഇല്ലായിരുന്നു. സ്ക്രീനിൽ അധികം കാണിക്കാതിരിക്കുകയും, എന്നാൽ എവിക്ഷൻ സമയത്ത് അപ്പാനിയെ കെട്ടിപ്പിടിച്ച് വല്ലാത്ത രീതിയിൽ കപ്പടിച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ ഒരുപാട് ദിവസത്തെ ഒരു ബന്ധം ഉള്ളതുപോലുള്ള രീതിയിൽ അവിടെ പെർഫോം ചെയ്യുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്, പല പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ട്, പലരും കമന്റും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയ മൊത്തവും ഇത് ചർച്ചയാക്കിയത്. ആ എവിക്ഷന് ശേഷമായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഇവർ തമ്മിൽ ഇത്രയും വലിയ ബോണ്ടിങ് ഉണ്ടാകാൻ നമ്മൾ ആരും ഒന്നും കണ്ടില്ലല്ലോ. ഇവർ തമ്മിൽ എന്താണ് ഇത്രയും അടുക്കാനുള്ളത്? ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്ന് വിപരീതമായിട്ട് അപ്പാനിയും ഈ ബിൻസിയും അവിടെ കാണിച്ച ഷോ എല്ലാം നമ്മൾ കണ്ടതാണ് ഈ എവിക്ഷൻ സമയത്ത്. അങ്ങനെയാണ് ഇത് വലിയൊരു ചർച്ചയാകുന്നത്. അവിടെ ഒരു ഇഷ്യൂ വന്നായിരുന്നു, ഇവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അവസാനം അനുമോളാണ് അവിടെ അത് എടുത്തിടുന്നത്. ഒരു വിഷയത്തിന് മേളിൽ ഞാൻ പറയാതെ ഇരിക്കുകയായിരുന്നു, പക്ഷെ എനിക്കിപ്പോൾ പറയേണ്ട ഒരു അവസ്ഥ വരുന്നതുകൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞിട്ട് അനുമോളാണ് അത് അവിടെ പറയുന്നത്. പക്ഷെ ഈ 24/7 കണ്ടുകൊണ്ടിരുന്ന നമുക്കറിയാം, ഇതിനു മുമ്പേ അത് അവിടെ ചർച്ചയാക്കിയിരുന്നു. അതവിടെ ചർച്ചയാകുമ്പോഴും നമ്മൾ ആരും 24/7 ഇവർ തമ്മിൽ ഒരു ബോണ്ടിങ് നമ്മൾ കണ്ടില്ലായിരുന്നു. അനുമോൾ അവിടെ അത് പറയുകയും ചെയ്തു, എല്ലാവരും അനുമോൾക്കെതിരെ തിരിയുകയും ചെയ്തു. അതിനുശേഷം ഇവർ ഔട്ടാകുന്നു, ഈ പറഞ്ഞ ബിൻസി ഔട്ടാകുന്നു. അതിനുശേഷം നടന്ന ഷോ കണ്ടപ്പോൾ എല്ലാവർക്കും ഡൗട്ട് അടിച്ചു, എന്താണ് ഇവർ തമ്മിൽ ഇത്രയും അടുക്കാൻ കാര്യം? അപ്പോൾ അകത്തുള്ളവർ പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവര് റീ എൻട്രി കയറി വരുന്നത്. അപ്പോൾ തന്നെ ഇത് വെളിയിൽ ഒരുപാട് ചർച്ചയായിരുന്നു. വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ബിൻസിയോടാണെങ്കിലും അപ്പാനിയോടാണെങ്കിലും ഒരുപാട് പേര് ചോദിച്ചിരുന്നത്, ഒരുപാട് മീഡിയക്കാർ ചോദിച്ചിരുന്നത്, നിങ്ങൾ ഈ പറഞ്ഞതിൽ, അവര് വീട്ടിനകത്ത് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നോ എന്ന് വെച്ചപ്പോൾ ഇവരെല്ലാരും തള്ളിക്കളയുകയായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയ അങ്ങനെ തള്ളിക്കളയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. എന്താണ് ഇതിന്റെ സത്യമെന്ന് അറിയാൻ വേണ്ടി അവർ പരതിക്കൊണ്ടേയിരിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് വെളിയിൽ വലിയൊരു ചർച്ചയായി. ഇവര് റീ എൻട്രി അകത്തോട്ട് പോയി. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അകത്ത് പോയ സമയത്ത് അപ്പാനി പോയി, ബിൻസി പോയി, ഇവരെല്ലാവരും ആദ്യം വന്നപ്പോൾ ശൈത്യ പോയി. ഈ പറയുന്ന ഇവരെല്ലാം അനുമോളെ ടാർഗറ്റ് ചെയ്ത മെയിൻ ആൾക്കാരായിരുന്നു. ഇവരെല്ലാം ആദ്യമേ പോയി നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇവരുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ബാക്കിയുള്ളവരെല്ലാവരും കയറി വന്നിട്ടുള്ള ഒരു അറ്റാക്ക്, അതായിരുന്നു ഇവർ പ്ലാൻ ചെയ്തു പോയത്. ബിൻസിയും അപ്പാനിയും ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും അവിടെ നടിച്ചിരുന്നില്ല ഈ റീ എൻട്രി കയറിയ സമയത്ത്. നിങ്ങൾക്ക് 24/7 കണ്ടവർക്ക് എല്ലാവർക്കും ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. ആ ഒരു ഇഷ്യൂ അവിടെ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് വരെ ഇവര് തമ്മിൽ കണ്ടാൽ പോലും അധികം സംസാരിക്കാതെ, അല്ലെങ്കിൽ രണ്ടുപേരും 2 വശത്തോട്ട് മാറിയിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു.
അതും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതാണ്, എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കാത്തത് എന്നുള്ളത്. ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇവർ നടിച്ചിരുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കയറി വന്നതിന് ശേഷം ഒരു ദിവസം രാത്രി ഈ ഇഷ്യൂ അവരായിട്ട് എടുത്തിട്ടപ്പോൾ പിന്നെ അവിടെ അപ്പാനിയുടെയും ഈ പറയുന്ന ബിൻസിയുടെയും ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. അതിന്റെ കൂടെ അക്ബർ, മറ്റുള്ളവരെല്ലാം സത്യം അറിയാതെയാണ് അവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അനുമോളാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട്. ഈ വിഷയം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം ബിൻസി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. അനുമോൾ ഒറ്റൊരാൾ കാരണമാണ് വെറും ഫ്രണ്ട്സ് ആയിട്ടുള്ള എനിക്കും അപ്പാനിക്കും കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ടുള്ളത്. സോ അകത്ത് ചെന്ന് അനുവിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അനു അത് ക്ലിയർ ചെയ്തു, അനു അംഗീകരിച്ചു. അനു അങ്ങനെ ചുമ്മാ പറയുന്നതാണ്. എനിക്ക് അങ്ങനെ തോന്നില്ല, അല്ലെങ്കിൽ അനു നല്ല വോട്ടം ഉണ്ടായിരുന്നല്ലോ. ഇതുള്ള ഈ ആണ് ഏറ്റവും വലിയ പ്രശ്നത്തിൽ കിടക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് ഞങ്ങൾ അകത്ത് പോയി ഞങ്ങൾ അങ്ങനെ വിഷയങ്ങളൊന്നും ഉണ്ടാക്കാൻ പോയില്ല, ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചതേ ഉള്ളെന്നാ പറയുന്നത്. നമ്മൾ കണ്ടത് എങ്ങനെയാണ് കാര്യം ചോദിച്ചതെന്നുള്ളത്. ബിൻസി പറയുന്നുണ്ട് അത് ഞാൻ അനുമോളോട് സംസാരിച്ചു, അനുമോൾ അത് ക്ലിയർ ചെയ്ത് തന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ നടന്ന മറ്റൊരു സംഭവമുണ്ട്. ഈ സമയത്ത് തന്നെ അപ്പാനി പോയിട്ട് അനുമോളോട് ആ വീട്ടിനകത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ബിൻസിയാണ് എന്റെ പുറകിൽ വന്നത്, ഞാൻ ബിൻസിയുടെ പുറകിൽ പോയിട്ടില്ല. ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് ബിൻസിയാണ് ഇരിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരിക്കുകയും ഓരോന്ന് പറയുകയും ചെയ്യുകയും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ബിൻസിയാണ് എന്നുള്ളത് അനുമോളെ ധരിപ്പിച്ചിരുന്നു. അത് അനുമോൾ കൃത്യമായിട്ട് ഈ ബിൻസിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ബിൻസി അപ്പാനിയോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് അപ്പാനിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ല, ഞാൻ ഇത് വെളിയിൽ പോയി കണ്ടിട്ട് എനിക്കറിയാം, അത് നോക്കിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനെ പ്രതികരിക്കുമെന്ന് പറയുകയും ചെയ്തു. ഇതെല്ലാം 24/7 കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. എപ്പിസോഡിൽ ഇതൊന്നും വന്നിട്ടില്ല. അനുവിന്റെ പി ആർ ആണ് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? അനുവിന്റെ പി ആർ കുറെ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ ആൾക്കാരെ കുറിച്ച് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അനുവിന്റെ പി ആർ ആണ് നിങ്ങൾ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? അനുവിന്റെ പി ആർ ആണ് ഞങ്ങളെ നെഗറ്റീവ് ആക്കിയത്. അനുവിന്റെ പി ആർ ആണ് ഒരുപാട് പേര് അവിടെ നെഗറ്റീവ് ആക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അനുമോളോട് ദേഷ്യം ഉണ്ടായിരുന്നത് എന്നൊക്കെ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട്, അനുമോളുടെ പി ആർ മാത്രമല്ലല്ലോ മറ്റുള്ള പി ആറുകളും നെഗറ്റീവ് ആക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഒരു ചിരി മാത്രമേ ഉള്ളായിരുന്നു. അതിപ്പോഴും അതൊക്കെ തന്നെയാണ്, ഈ തന്നെയാണ് ഏറ്റവും വലിയ വിഷയത്തിൽ ഇപ്പൊ വന്നിരിക്കുന്നതും. ഈ ഒരു ചിരിയും ഈ ഒരു പെർഫോമൻസ് ഒക്കെ വെളിയിൽ കാണിക്കാൻ തുടങ്ങിയതോടെയാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വെളിയിൽ വരുമ്പോൾ ആൾക്കാർ എടുത്തിട്ട് ഉടുക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആ വീഡിയോ കാണിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ അതിനുശേഷം കോർണർ ചെയ്തുകൊണ്ടിരുന്നത്. ഉള്ള വാശിയെല്ലാം മനസ്സിൽ വെച്ച് അക്ബറിനോട് പറഞ്ഞു, അക്ബറിനെ കുറിച്ച് ഭയങ്കര നെഗറ്റീവാണ്, വെളിയിൽ അക്ബറിന്റെ വൈഫിനെ കുറിച്ചൊക്കെ നെഗറ്റീവാണ് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം അനുമോളുടെ പി ആർ ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്കെതിരെ നെഗറ്റീവ് പറയുന്നത് മൊത്തം അനുമോളുടെ പി ആർ ആണ്, ശൈത്യക്കെതിരെ നെഗറ്റീവ് പറയുന്ന അനുമോളുടെ പി ആർ ആണ് എന്ന് പറഞ്ഞിട്ട് എല്ലാം സാധാരണപ്പെട്ടവരെല്ലാരും പി ആർ ആയ ദിവസം അത് എന്ന് വെച്ചാൽ കമന്റ് ഇടുന്നവരെല്ലാം പി ആർ, അറിഞ്ഞു അറിയാതെ എല്ലാം പി ആർ ആയ ദിവസങ്ങളായിരുന്നു അത്. അപ്പൊ ഇതെല്ലാം അനുമോളുടെ തലയിൽ കൊണ്ടുപോയി അടിക്കുകയും അനുമോളെ അതുപോലെ കോർണർ ചെയ്ത് ഒരു പെണ്ണിനെ എത്രമാത്രം സഹിക്കാമോ അതിനപ്പുറത്തേക്ക് അനുമോളെ കൊണ്ടുപോയി എത്തിച്ചത് ഇവരായിരുന്നു. എന്തുകൊണ്ട്? ഇവര് സ്വയം വെളുക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കോർണർ ചെയ്ത് അതിനകത്തിട്ട് അതുപോലെ ഉപദ്രവിച്ചു. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പലരും പറയും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് പിന്നെയും ഇതൊക്കെ എടുത്തിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ പറഞ്ഞേ പറ്റൂ. പിന്നെ മറ്റൊരു കാര്യം, ഇത് ബിഗ് ബോസ് ആണ് നമ്മളെ ഈ ചാനൽ മെയിൻ ആയിട്ട്. അപ്പൊ നമ്മൾ ബിഗ് ബോസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കോൺട്രവേഴ്സി ഉണ്ടാകും തോറും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിന്റെ പേരിൽ ഇവിടെ വന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞല്ലോ, വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ലേ എന്ന്. വേറെ കണ്ടന്റിന് കുറവൊന്നും ഇല്ല, അതൊന്നും കൊണ്ടൊന്നും അല്ല. പക്ഷെ നമ്മൾ ബിഗ് ബോസിന്റെ ചാനലാണ്, ഇത് ബിഗ് ബോസിന്റെ റിവ്യൂസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യാറ്. അപ്പൊ ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ബിഗ് ബോസിനെ സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കോൺട്രവേഴ്സികൾ ഉണ്ടായാലും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്യും. ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, കരയാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ കിടന്ന് കരയുന്നവർക്ക് കരയാം, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അപ്പം ഇവരെല്ലാം കൂടെ അനുമോളെ കോർണർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സീൻ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കഴിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് ഇതില്ലാത്തോണ്ടാ. ഓക്കെ ആയിട്ട് കഴിച്ചാൽ മതി, ഞാനും വെയിറ്റ് ചെയ്യാം. ഓക്കെ ആയിട്ട് കഴിച്ചാൽ മതി, കരച്ചിൽ നിർത്ത്. കരഞ്ഞിട്ട് കഴിക്കാൻ ഞാൻ പോവും. വേറെ ആളെ കണ്ടിട്ട് നിൽക്കരുത്, കരഞ്ഞു പോലും. മനുഷ്യരാണ്, കരഞ്ഞു പോവും. പക്ഷെ മാക്സിമം കരയാതിരിക്കുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഈ വീഡിയോയിൽ അനുമോള് നല്ല പേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ എടുത്തിട്ട് കാണണം, അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നിങ്ങൾ കണ്ടാൽ മതി. അനുമോളുടെ കൈ വിറയ്ക്കുന്നുണ്ട്. കുറച്ചു പേര് എടുത്തിട്ട് ട്രോളി ഒരു സാധനമുണ്ട്, കയ്യിൽ ബിരിയാണിയും വെച്ചുകൊണ്ടിരുന്ന് കരയുന്നു എന്ന് പറഞ്ഞിട്ട്. ആ ബിരിയാണി അവിടെ അനുമോള് വേണമെന്ന് പറഞ്ഞതല്ല, അനുമോള് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ സമയത്ത് നിർബന്ധിച്ച് കൊണ്ട് കൊടുത്ത സാധനമാണ്. എന്നിട്ട് അനുമോൾ അവിടെ കഴിക്കും. ഫുഡില്ലാത്ത സ്ഥലമാണ്, ഫുഡ് കിട്ടുമ്പോൾ കഴിക്കും. പക്ഷേ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക, അനുമോള് നല്ല വിറച്ചിട്ടുണ്ട്, നല്ല പേടിച്ചിട്ടുണ്ട്. അതെല്ലാം കാരണക്കാരായിരുന്നു, നിങ്ങളായിരുന്നു. എന്നുവെച്ചാൽ ഒരു പെണ്ണ് ഒറ്റയ്ക്കായി പോകുന്നു. അവിടെ ലക്ഷ്മി ധൈര്യം കൊടുത്തു. ഇപ്പൊ ലക്ഷ്മി ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട് വെളിയിൽ. ലക്ഷ്മി അവർ ഡബിൾ സ്റ്റാൻഡ് കളിച്ചതാണ്, ലക്ഷ്മി മനസ്സ് മാറ്റിയതാണ്, ലക്ഷ്മി അവിടെ പോസിറ്റീവ് ആകാൻ വേണ്ടി ചെയ്തതാണ്
നല്ല പേരെടുക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഞാൻ പറയുന്നു ലക്ഷ്മി ചെയ്തത് അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുക. പക്ഷേ അവിടെ ആ ലക്ഷ്മി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അനുമോൾക്ക് നല്ലതായിട്ടേ വന്നിട്ടുള്ളൂ. കാരണം അനുമോൾക്ക് അവിടെ അപ്പൊ ധൈര്യമായിരുന്നു ആവശ്യം. ആ ധൈര്യം കൊടുക്കാൻ ഈ പറയുന്ന ലക്ഷ്മിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ അവിടെ വന്നിട്ട് ഇപ്പോഴും വെളിയിൽ പറയുന്നതാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ വിഷയത്തിൽ ഈ പറയുന്ന ലക്ഷ്മിയെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അനുമോളോട് ലക്ഷ്മി കാണിച്ചത് ഡ്രാമയാണ്, അത് നല്ല പിള്ള ചമയാനാണ്, നെഗറ്റീവ് മാറ്റാനാണെന്ന് എന്തും ആയിക്കോട്ടെ. പക്ഷെ ആ സമയത്ത് എല്ലാവരും കൂടി കോർണർ ചെയ്തപ്പം അവിടെ ഒരു മനോധൈര്യം കൊടുക്കാൻ ഈ പറഞ്ഞ ലക്ഷ്മി മാത്രമേ ഉള്ളായിരുന്നു. അത് മതി. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ലക്ഷ്മിയെ ഇനി വെളിയിൽ ഇവരെന്തൊക്കെ പറഞ്ഞാലും ഈ അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ആ സമയത്ത് ഡ്രാമയാണെന്ന് ഇവരെല്ലാം വെളിയിൽ പറയുമെങ്കിലും അവിടെ സപ്പോർട്ട് കൊടുക്കാൻ ഒരാളെ ഉള്ളായിരുന്നു, ഈ പറയുന്ന ലക്ഷ്മി മാത്രമേ ഉള്ളായിരുന്നു. വേറെ ആരും ഇല്ലായിരുന്നു. എല്ലാവരും നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അവിടെ കഥകളി കാണുമായിരുന്നു എല്ലാവരും. ഓക്കെ, ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായതും എല്ലാം ഇവര് വെൽ പ്ലാനഡ് ആയിട്ട് അകത്ത് പോയി ചെയ്ത പരിപാടിയായിരുന്നു. റീ എൻട്രി പോയ കുറച്ചു പേർ എന്തായാലും കപ്പ് കിട്ടി, അത് കാരണം. ഓക്കെ, അല്ലെങ്കിൽ കപ്പ് കിട്ടിയേനെ. പക്ഷെ ഇത്ര വോട്ടിന് വലിയ ഭൂരിപക്ഷം ഒന്നും കാണത്തില്ല. അതുപോലെ ന്യായീകരിക്കാൻ പറ്റുമോ? കാരണം എന്താ, അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരാൾക്കേ നമ്മുടെ ബോഡിയിൽ അങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരാള് ഞാൻ പറഞ്ഞതുപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു തട്ടിമാറ്റൽ എന്തെങ്കിലും ഒന്നും സംഭവിക്കും അവിടെ. അപ്പോൾ പിന്നെ രണ്ടാമതൊരു വിഷയം, ഈ വീഡിയോ എടുത്തിരിക്കുന്ന ആൾ ആ സമയത്ത് ഈ വീഡിയോ ഒളിച്ചിരുന്നാണ് എടുത്തിരിക്കുന്നത്. പൂക്കൾ അവിടെ ചെടികളുടെ ഇടയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഇതുപോലെ സംഭവിച്ചിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളി കണ്ടിരിക്കാം. അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇതെല്ലാം ഞാൻ അങ്ങനെ നിർത്തുന്നുള്ളൂ. അല്ലാതെ എനിക്ക് ഇവരെ ബ്ലെയിം ചെയ്യണമെന്നോ ഇവരെ എടുത്തിട്ട് അലക്കണമെന്നോ ഒന്നുമില്ല. പക്ഷെ ഇവര് ഇത്രയും കൂട്ടായിരുന്ന ഇവർ ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ കൈ പിടിച്ചിരിക്കുന്നത് കണ്ടു, നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടു, നിങ്ങൾ ചേർന്നിരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റിയിട്ട് അത്രമാത്രം സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് അപ്പാനി നമുക്കിത് മനസ്സിലാകുന്നത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത്, ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണം. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.